ഞങ്ങൾ അഭിമാനത്തിന്റെ കണ്ണുനീരൊഴുക്കുമെന്ന് പറയുവാൻ കൂടെയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ആ സമർപ്പിതരെ നോക്കിക്കാണുക. നിയമപരവും മറ്റു കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് ഞാൻ ടോപ്പിക്ക് ഒന്ന് വഴിമാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സമർപ്പിതരെ ഓർക്കുമ്പോൾ വലിയ അഭിമാനമാണ് ഞങ്ങൾക്കുള്ളത്. ആ പ്രിയപ്പെട്ട സമർപ്പിതർ നാളിതുവരെ ജീവിച്ചതിനേക്കാൾ വലിയ സുവിശേഷം കഴിഞ്ഞ 9 ദിവസം കൊണ്ട് ഭാരതത്തിന്റെ മണ്ണിൽ അവർ പ്രഘോഷിച്ചു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രവേശിക്കുമെന്നുള്ള ക്രൈസ്തവ വചനം കഴിഞ്ഞ 9 ദിവസം നാളതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ പ്രിയപ്പെട്ടവർ പങ്കുവെച്ചു. കാരണം അവരിലൂടെ ലോകം മുഴുവനും ക്രിസ്തുവിനെ ഒരിക്കൽ കൂടെ അടയാളപ്പെടുത്തി. ഭാരതത്തിന്റെ മണ്ണിൽ അതിനവസരം തന്ന ബജരംഗൾ സഹോദരങ്ങളോടുള്ള നന്ദി കൂടെ അറിയിക്കുകയാണ് ഈ സന്ധ്യയിൽ. നാളതുവരെ അവര് കടന്നുപോയപ്പോൾ അവരെ ആർക്കും അറിയില്ലായിരുന്നു. ഛത്തീസ്ഗഡിന്റെ തെരുവോരങ്ങളിലൂടെ അവർ മൊബൈൽ മിഷനിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ലോകം അവരെ ഇന്ന് അടയാളപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ ധീരരായ പടയാളികൾ എന്നല്ല. കാരണം സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ലോകം മുഴുവനും അല്ലെങ്കിൽ ന്യായാധിപന്മാർ നേടുന്നതിനപ്പുറമായിട്ട് ഗളരക്തമൊഴുക്കിയ സഹദേവന്മാരുടെ മഹിമയോട് തുലനം ചെയ്യുവാൻ ഒന്നുമില്ല എന്ന് ശീമോ നമസ്കാരത്തിൽ മെൻമൂലം കോലോ ഒന്നിൽ പാടുന്നത് പോലെ വേണ്ടി വന്നാൽ ഗളരക്തമൊഴുക്കിക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷികളാകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടെ ആ സമർപ്പിതര് ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഈ സന്ധിയിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കും? ഒരിക്കൽ കൂടെ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഭാരതത്തോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്കെതിരെ FIR എഴുതുക, നിങ്ങൾ ഞങ്ങളെ ജയിലറകളിലേക്ക് ഇടുക, വീണ്ടും ഞങ്ങളെ റിമാൻഡ് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങളെയൊക്കെ പുറത്തേക്ക് വിടുക. പക്ഷേ അപ്പോസ്തലന്മാർ രാത്രികാലെ ആരാധിച്ചതുപോലെ ഞങ്ങൾ കൽത്തുറങ്കിൽ കിടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും. കാരണം ഞങ്ങൾക്ക് വലുത് ഈ ലോകമോ ലോകത്തിന്റെ ഭൗതികതയോ പിന്നെയോ നിത്യതയുടെ തീരത്ത് ഒളിമങ്ങാത്ത കിരീടം ഞങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ച് ഞങ്ങൾക്ക് മുമ്പേ വെറുതീസായിലായിരിക്കുന്ന അനേകം പൂർവികരോടുകൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ മുഖാമുഖം കാണുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് ആരും കരുതണ്ട. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകുട്ടി പേടിപ്പിക്കരുത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മുന്നേ നടന്നു പോയിട്ടുള്ളവൻ ഒരു രാത്രിയും പകലും വലിയ പീഡനങ്ങളുടെ നടുവിലൂടെ കടന്നുപോയിട്ട് ഗാഗുൽ തായുടെ മുകളിൽ കിടന്ന് പൂർണ്ണനഗ്നനായിട്ട് മറ്റ തള്ളയുടെ മുമ്പിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന്. ഞങ്ങൾക്കും അതുതന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ഞങ്ങളോട് എന്തു ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾക്ക് ക്ഷമിക്കാനേ അറിയുള്ളൂ. ഇവിടെ ഇന്ന് ഈ മൗന റാലി കടന്നു വന്നപ്പോൾ നമ്മളെ എന്താ ആരും ബാരിക്കേഡ് വെച്ച് തടയാൻ? നമ്മളെ എന്താ ആളെണ്ണി പോലീസ് ഉദ്യോഗസ്ഥര് നമ്മളെ തടയാഞ്ഞ്? നമ്മൾ കടന്നു വന്ന വഴിയിൽ ആ പാലത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടതല്ലാതെ മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ കണ്ടില്ല. നമ്മൾ എന്താ ഇങ്ങനെയായി പോയി? കാരണം നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനികൾ ഇത്രയൊക്കെ ഉള്ളൂ. അവരൊന്ന് സംഘടിച്ചാൽ എവിടെ വരെ പോകുമെന്ന് ഈ നാടിന് അറിയാം. അതിനെ ഒന്നുകൂടെ ബലപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ഗോർപ്പിസ്കോപ്പാസിന്റെ ആദ്യത്തെ പ്രാർത്ഥന പോലും. ഒരു പ്രതിഷേധ റാലിയും ഒരു പ്രതിഷേധ സംഗമത്തിനും എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലും ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഞങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് ഈ പൊതുബോധത്തോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഇനിയും ഇനിയും പീഡനങ്ങൾ ഏൽക്കാൻ കരുത്തുള്ളവരാണ്. ഞങ്ങൾ ഇനിയും പീഡനങ്ങൾ ഏൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് കരുത്തുണ്ട്. 1-ന് 10, 10-ന് 100, 100 തിരിച്ചടിക്കാൻ അറിയാത്തവരൊന്നുമല്ല ഭാരതത്തിലെ നസ്രാണികൾ. ചെറുത്തുനിൽപ്പിന്റെ പാഠം ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും സമരം ചെയ്തിട്ടുണ്ട്. അങ്കമാലി കല്ലറയ്ക്കുള്ളിൽ ഞങ്ങളുടെ സോദരനാണെങ്കിൽ കല്ലറ കട്ടയം പകരം ചോദിക്കുമെന്ന് ഈ നാട്ടിലൂടെ വിളിച്ചു പറഞ്ഞ ഒരു തലമുറയുടെ പിന്മുറയാണ് ഞങ്ങൾ. തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറിയായെ വെടിവെച്ച സർക്കാരെ നിങ്ങളെയൊക്കെ ഞങ്ങൾ താഴെ ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഒരു തലമുറയുടെ ബാക്കി പത്രമാണ് ഇത്. വെല്ലുവിളിയല്ല. ഞങ്ങൾ ഈ സംസാരിക്കുന്നതോ ഈ കാട്ടുന്നതോ വെല്ലുവിളിയല്ല. പിന്നെയോ ഞങ്ങളുടെ ഒരു പ്രതിഷേധത്തെ നിങ്ങൾ വില കുറച്ച് കാണരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 2025-ന് വലിയൊരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല,
രാഷ്ട്രത്തിലെ ഒരു സംഘടന 100 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാഷ്ട്രീയ സ്വയം സേവാ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന അതിന്റെ 100 വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ആശയങ്ങളോട്, അതിന്റെ ചിന്താധാരകളോട് ചേർന്ന് ഈ ഭാരതത്തിന്റെ മണ്ണിൽ വിവിധങ്ങളായ സംഘടനകൾ രൂപപ്പെട്ട് കടന്നു വരുമ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് 2% താഴെയുള്ള നമ്മളോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ന്യൂനപക്ഷത്തെയോ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. പിന്നെയോ ജാതി വ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഈ ഭാരതത്തിന്റെ മണ്ണിനെ ഒരിക്കൽ കൂടെ ജാതീയമായിട്ട് തിരിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടെ ഈ നാടിനെ കീറിമുറിച്ചുകൊണ്ട് സവർണ